ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഭബ്ബ ഭയം ഭക്തി ബഹുമാനം 2025 ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ക്രിസ്മസ് റിലീസിനോടനുബന്ധിച്ചാണ് സിനിമ എത്തുന്നത്. ധനഞ്ജയ് ശങ്കർ ആദ്യമായി രചനയും സംവിധാനവും ചെയ്ത് റിലീസ് ചെയ്യുന്ന പുതിയൊരു സിനിമയാണ് ബബ്ബ. ജനപ്രിയ നായകൻ ദിലീപ് ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിക്കുന്ന ഒരു സിനിമ കൂടെയാണ് ബബ്ബ. ഇതിൽ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, സ്പെഷ്യൽ അപ്പിയറൻസിൽ ദ റിയൽ ഓജി മോഹൻലാലും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇപ്പം തന്നെ പ്രീ ടിക്കറ്റ് ബുക്കിംഗ് സെയിൽസ് വഴിയും ഹൈ പ്രൊമോഷൻ വഴിയും എല്ലാ കൊളാബറേഷൻസ് വഴിയും നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് തന്നെയാണ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ബബ്ബയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ആ കേസ് ഇഷ്യൂ, ആ ഒരു പ്രശ്നങ്ങൾ വന്ന് നിന്നു, ആ ഒരു തിരിച്ചുവരവിൻ്റെ ആ ഒരു ഇത്. പക്ഷെ അതിൽ മോടി കൂട്ടുന്നത് എന്താന്ന് വെച്ചാൽ സാക്ഷാൽ മോഹൻലാൽ. ആ ഒരൊറ്റ പേരിലാണ് ഇത്രയും വലിയ ഒരു പ്രൊമോഷൻ നടക്കുന്നതെന്ന് എല്ലാവർക്കും നല്ല രീതിക്ക് അറിയാം. ദിലീപിൻ്റെ പേരിൽ ഇല്ല എന്നല്ല, പക്ഷെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അത് ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ ഫാൻസുകളും ഷോയൊക്കെ ചാർട്ട് ചെയ്തൊക്കെ ഉണ്ട്, ഫാൻസ് FDFS ഒക്കെ. അപ്പോൾ അതും ഇതുമൊക്കെ മിക്സായി ഒരുപാട് ഷോസുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം റിപ്പോർട്ടഡ് ട്രാക്സ് പ്രകാരം ഏറ്റവും നല്ല ഹയസ്റ്റ് ഡേ ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേയിലെ ഒരു ഹയസ്റ്റ് ഒരു കളക്ഷൻ ദിലീപിൻ്റെ സിനിമയ്ക്ക് വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ മെയിൻ ഫാക്ടർ നിങ്ങൾക്കറിയാം, ആ ഒരു ബ്രാൻഡ്. ഇപ്പം മലയാള സിനിമയിൽ ഹൈപ്പ് വേണോ, സിനിമക്കാർ ആലോചിക്കുകയാണ് പടത്തിന് ഹൈപ്പ് വേണോ, എന്ത് ചെയ്യും? വിളിക്കവനെ, അങ്ങനെയാണ്, വിളിക്കവനെ. ലാലേട്ടനെ വിളിക്ക്, ലാലേട്ടനെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്യിപ്പിക്കുക, അല്ലെ ലാലേട്ടനെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കുക, ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ഒരു ക്യാമിയോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് കാണിക്കൽ, അല്ലെങ്കിൽ ആ ഡയലോഗ് റെഫറൻസ്, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, ലാലേട്ടൻ്റെ സോങ്സ്, ലാലേട്ടനെ വെച്ച് ബ്രാൻഡ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മലയാള സിനിമയിൽ കൂടുതൽ നടക്കുന്നത്. അതായത് ഇപ്പം ഖലീഫ സിനിമയിലും നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഖലീഫ സിനിമ പൃഥ്വിരാജാണ് നായകൻ, അപ്പോൾ വൈശാഖാണ് ഡയറക്ടർ. അപ്പോൾ ആ സിനിമ ഇതുപോലെ തന്നെയാണ്. സിനിമ ഇങ്ങനെ ചുമ്മാ വന്നു, ജെയ്ക്സ് ബിജുവിടെ കത്തിക്കലും ബ്ലഡ് ലൈൻ എന്ന ഒരു ഗ്ലിംസൊക്കെ ഇറക്കി, നല്ല ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്ന് നന്നായിട്ട് വന്നു. അവസാനം അവർ വീണ്ടും ഇറക്കി മമ്പറക്കൽ അഹമ്മദ് അലി അല്ലേ ആയിട്ട് മമ്മൂക്ക എത്തുന്നുവെന്ന്. അതായത് പൃഥ്വിരാജിൻ്റെ ആമിർ അലിയുടെ ഉപ്പ ആയിട്ട്, മുത്തശ്ശനായിട്ട് മമ്പറക്കൽ അഹമ്മദ് അലി എത്തുന്നു എന്നുള്ളതാണ്. അതായത് ലാലേട്ടനെ ചേർക്കുന്നു. അപ്പോൾ അവിടെ ആ സിനിമയുടെ ആ ഖലീഫയുടെ അതുവരെ ഇല്ലാത്ത പ്രൊമോഷൻ വീണ്ടും കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ ദ ഫാക്ടറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്, ക്രേസാണ് സത്യം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയോളം എന്താ പറയുക ഹൈപ്പ് വന്നത്, ഇത്രയോളം പ്രൊമോഷൻസ് വന്നത്. കാരണം ചുമ്മാ കുറച്ച് ഹൈപ്പും കാര്യങ്ങളുള്ളായിരുന്ന ഒരു സിനിമ ഒരു ട്രെയിലർ ഇറക്കിയപ്പോൾ വന്ന ഹൈപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഹൈപ്പായിരുന്നു. ആ ട്രെയിലർ വേറെ ലെവൽ ട്രെയിലർ. അത് റീസെൻ്റ്ലി മലയാളത്തിൽ വന്ന ഏറ്റവും മികച്ച ട്രെയിലറുകൾ ഒരു ട്രെയിലർ. കാരണം വെച്ചാൽ ഒരു ഫീസ്റ്റ്, ഒരു കൊണ്ടാട്ടൻ ട്രെയിലർ, ഒന്നും നോക്കാതെ ചുമ്മാ എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ട്രെയിലറൊക്കെ ആയിരുന്നു. അതിൽ ലാലേട്ടൻ്റെ പോഷൻ വെച്ച് വരുമ്പോൾ പിന്നെ ട്രെയിലറിൻ്റെ ആ ലെവലേ മാറുകയാണ്, വേറെ ലെവൽ സാധനം വരികയാണ്. ഇതിലെല്ലാത്തിലും ഉപരി ഇവരിപ്പം അഴിഞ്ഞാട്ടം എന്നൊരു സോങ് ഒരു 1-2 ദിവസം മുന്നേ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിന് കൂടുതൽ നെഗറ്റീവ് റിവ്യൂസാണ് വന്നത്. ഒന്ന് ലിറിക്സ്, വിനായക് ശശികുമാറാണ് ലിറിക്സ്. പുള്ളി നന്നായിട്ട് ലിറിക്സ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയ ആളാണ്, ട്രെൻഡിങ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് വിനായക് ശശികുമാറിന് ലിറിക്സ് അങ്ങനെ ചെയ്തു ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. ചിലർക്ക് മകനാ, ചിലർക്ക് നൻപനാ, ഇടഞ്ഞ കൊമ്പനാ. അത് തുടക്കം തന്നെ ആ ലിറിക്സ് വന്നപ്പോഴേക്കും പാട്ട് ഫ്ലോപ്പായി. കാരണം അപ്പാടെ പഴകിയ ആ ലിറിക്സ് ആയിരുന്നു. അത് എങ്ങനെ വിനായക് ശശികുമാർ അത് കൺവിൻസ് ചെയ്തവരിൽ, അതും പ്രൊഡക്ഷൻ ടീം എങ്ങനെ കൺവിൻസ് ചെയ്തു എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ധും ധും വധത്തിൽ, ധും പദത്തിൽ, അങ്ങനെയൊക്കെ എന്തൊക്കെ ലിറിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പാടെ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത് പറയാൻ ഷാൻ റഹ്മാനാണ് മ്യൂസിക് സെഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷാൻ റഹ്മാൻ ആ പാട്ട്
ഇതിൻ്റെ പൊന്നോ, ഒരു ആട് 2, ആട് 3, ആട് 1 ഈ എല്ലാത്തിനെയും തിരിച്ച് ഷാജി പാപ്പൻ അതുപോലെ ടൺ 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 അങ്ങനെ ആ ഒരു മ്യൂസിക്, ആ ഒരു അത് കൊള്ളാമായിരുന്നു. അത് ഇപ്പം ഔട്ട് ഓഫ് ദ ട്രെൻഡായി, അത് മാറി. അതേ ടൈപ്പ് സാധനം തന്നെ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുക എന്നുള്ളത് ഷാൻ റഹ്മാൻ അത് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ഒറിജിനൽ സ്കോർ ഗോപി സുന്ദറിനാണ് കൊടുത്തത്. അത് ട്രെയിലർ ഇറങ്ങിയപ്പം ചെയ്തപ്പോഴും കേൾക്കാൻ കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു ഫലം അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ ഒറിജിനൽ സ്കോർ ഗോപി സുന്ദറാണ്. കണ്ടറിയാം എങ്ങനെയാണ് ലാലേട്ടൻ വരുമ്പോൾ ദിലീപ് വരുമ്പോൾ മ്യൂസിക് വരുന്നതെന്ന്. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ തേഞ്ഞ്. അത്ര തന്നെ നന്നായിട്ട് വന്നാൽ മതിയായിരുന്നു. ആൻഡ് ഫാഹിം സഫർ, നൂറും ഷെരീഫ് രണ്ടുപേരും കപ്പിൾസാണ്. അവർ ഭാര്യ ഭർത്താക്കളാണ്. അവരാണ് ഇതിൻ്റെ റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്തത് എന്നുള്ളതും അറിയണം. സോ ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും ദിലീപിന് ക്ലച്ച് പിടിക്കണം. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഏറ്റവും വലിയൊരു കടമ്പയാണ്. ഈ സിനിമ ജയിച്ചില്ലെങ്കിൽ ദിലീപ് എന്നൊരു താരത്തിന് വീണ്ടും ഒരു സൂര്യോദയം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയായാലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ടാണ് അവർ മാക്സിമം എങ്ങനെയെങ്കിലും അത് സിനിമ പ്രൊമോട്ട് ചെയ്ത് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് എങ്ങനെയെങ്കിലും പാസ്സാക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്, പ്രത്യേകിച്ച് ദിലീപിന്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് മോഹൻലാൽ സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്നു. അണ്ണനും തമ്പി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് ട്രെയിലറും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. പിന്നെ ഗില്ലി യൂണിവേഴ്സ്, തളപതി വിജയുടെ പാട്ടുകളും തളപതി റെഫറൻസൊക്കെ സിനിമയിൽ ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അത് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് അവർ എങ്ങനെയെങ്കിലും ആൾക്കാരെ കയറ്റുക, എങ്ങനെയെങ്കിലും എല്ലാവർക്കും ഒരു എൻ്റർടൈൻ കൊടുക്കുക, എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവ് റിവ്യൂ വരുത്തുക എന്നുള്ള ഒരു മെയിൻ അജണ്ട, ഒരു സ്ട്രാറ്റജി, ഒരു പ്രൊമോഷൻ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ കിടന്ന് പാടുപെടുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് തന്നെയാണ് അവർ ഇപ്പോഴും കിടന്ന് ഓടുന്നത്. അപ്പോൾ ഇവർ മാക്സിമം ലാലേട്ടനെ വെച്ച് യൂസ് ചെയ്യുക, എങ്ങനെയെങ്കിലും പോസിറ്റീവ് വരിക. കാരണം ഒരു നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ പടത്തിൻ്റെ അപ്പാടെയുള്ള ആ ഒരു ഇത് മാറിപ്പോകും. കാരണം ഇപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് വരാനൊക്കെ ചാൻസ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെയ്ഡ് നെഗറ്റീവ്, അല്ലെങ്കിൽ ബഹിഷ്കരിക്കണം, പടം ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുകളും ഒരുപാട് ഒപ്പീനിയൻസുകളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഉപരി കുറച്ച് ടൈയാണ് ഈ സമയം. പക്ഷെ കണ്ടറിയാം എങ്ങനെയാണ് സിനിമകൾ വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. മിക്കവാറും എനിക്ക് തോന്നുന്നു പടം പോസിറ്റീവ് വന്ന ദിലീപ് ഏട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും. നെഗറ്റീവ് വല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൂര്യോദയം, ഇനി ദിലീപിന് ഒരു സൂര്യോദയം ഉണ്ടെന്ന് അറിയണ്ട, കാണാനും ചാൻസ് ഇല്ല. കാരണം ഇതിലും വലിയൊരു ചാൻസ്. കാരണം മലയാള ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ എൽ ഫാക്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൊമോഷൻ ഫാക്ടർ ലാലേട്ടൻ വരെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഇതിലും വലിയൊരു പ്രൊമോഷനും കാര്യങ്ങളും ഇനി കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് സക്സസ് ആയില്ലെങ്കിൽ ദിലീപിന് ഒരു സൂര്യോദയം ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ പടത്തിൽ എൽ ഫാക്ടറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. വേറെ സംശയങ്ങളൊന്നുമില്ല. അമ്മാതിരി ആ ഒരു ക്രൈസ് തന്നെയാണ്. ഈ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ സെയിൽസിലായാലും പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രെയിലർ വന്നപ്പോൾ അതിൽ എല്ലാവർക്കും സംസാരമായത് ലാലേട്ടൻ. അഴിഞ്ഞാട്ട സോങ് വന്നപ്പോൾ എല്ലാവർക്കും സംസാരമായത് ലാലേട്ടൻ. മൊത്തത്തിൽ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രെയിലർ പാട്ടിറങ്ങിയപ്പോഴും ഞാൻ അവിടെ ദിലീപ് ഉള്ളതേ കണ്ടിട്ടില്ല, മൊത്തം ലാലേട്ടനായിരുന്നു. അപ്പം ഈ ഒരു സിനിമയും എന്തായാലും ലാലേട്ടൻ തൂക്കുമെന്നതിൽ ഉറപ്പാണ്. അണ്ണൻ തൂക്കും, അണ്ണനും തമ്പിയും വന്ന് തൂക്കും. അപ്പം പോസിറ്റീവ് റിവ്യൂ വരുവാണെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ പക്ഷെ എന്താ പറയുക, ഫോഴ്സ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസൊക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ദിലീപിനുമായിട്ടുള്ള ഇപ്പോൾ ക്രിറ്റിസിസം, നെഗറ്റീവ്സ്, അല്ലെങ്കിൽ ദിലീപിനായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സിനിമ കാണില്ല, സിനിമ ബഹിഷ്കരിക്കണം, സിനിമന് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് നെഗറ്റീവ് ഫോഴ്സ്ഡ് ആയിട്ട് പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം പടം കുറച്ചെങ്കിലും രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ പടം ഒന്ന് ഹൈ ആകാതെ താഴോട്ട് പോവുകയാണെങ്കിൽ ദിലീപിൻ്റെ അവസ്ഥ കട്ട പോകുകയാണ്, ഉള്ളത് പറയാല്ല. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, ഇത് ലാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു എൽ ഫാക്ടറാണ് സിനിമ. അതിൻ്റെ കൂടെ ദിലീപ് വരുന്നു എന്നുള്ളതേ എനിക്ക് തോന്നുന്നുള്ളൂ. എൽ ഫാക്ടറിൽ ഒരു ദിലീപിൻ്റെ സിനിമ, അതാണ് ഭയം, ഭക്തി, ബഹുമാനം. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദിലീപേട്ടൻ കസറൊട്ടെ, ദിലീപേട്ടൻ പഴയതേക്കാളും നല്ലൊരു ഓറാക്ക സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല റോളുകളായിരിക്കും, മാസും കാര്യം തോക്കൊക്കെ വെച്ച് വരുന്ന റോളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വരുന്നത്
വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇവർ രണ്ടുപേരും എങ്ങനെയാണെന്നൊക്കെ നോക്കാം, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ നോക്കാം. പിന്നെ സാൻഡി മാസ്റ്റർ പോലീസായിട്ട് എത്തും, ദേവ്ജി എത്തുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടറിയാം എന്താണ് സിനിമ. അപ്പം അവർ പറയുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണ്. അപ്പം മാഡ്നസ് കുറവായിരുന്നാലും കുഴപ്പമില്ല, പടം ഏതെങ്കിലും ഒരു രീതിയിൽ ഹൈ കുറവാണെങ്കിൽ അല്ലെങ്കിൽ പടം ഒന്നും ആർക്കും പിടിക്കാതെ പോവുകയാണെങ്കിൽ ഉള്ളത് പറയാലോ, പിന്നെ ഊക്കിൻ്റെ അയ്യരുകളിയായിരിക്കും. പിന്നെ കളിയാക്കി കൊല്ലും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇഗ്നോർ ചെയ്യേണ്ട അല്ലാതെ പിന്നെ ഈ ട്രോളുകളും കാര്യങ്ങളും എടുക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ലാതായിപ്പോവും. അതുകൊണ്ട് ഈ സിനിമയുടെ മൊത്തം നെടുന്തൂണെന്ന് പറയുന്നത് എൽ ഫാക്ടറാണ്. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് എൽ ഫാക്ടറാണ്. 4 സ്റ്റാറും കാര്യങ്ങളും എല്ലാം എൽ ഫാക്ടറാണ്. അപ്പോൾ എൽ ഫാക്ടറിനെ കണ്ടറിയാം എങ്ങനെ. കാരണം സിനിമ വരുന്നത് UA 16+ലാണ്. അപ്പോൾ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടു നോക്കാം എങ്ങനെയാണ് സിനിമ എത്തുന്നതെന്ന്.